ബർത്ത്ഡേക്ക് പോവുകയാണ്. അപ്പോൾ സീക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് പോവുകയാണ്. അപ്പോൾ അത് ഇപ്പോൾ രാത്രി 8 മണിയായിട്ടുണ്ട്. ഇപ്പം രാത്രി 8 മണിക്കാണ് ഒരു ഫംഗ്ഷൻ വെച്ചേക്കുന്നത്. വീട്ടിൽ തന്നെ ജസ്റ്റ് കേക്ക് മുറിക്കും, അങ്ങനെ കുഞ്ഞു കുഞ്ഞു പരിപാടികൾ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി, അമ്മയുണ്ട്, അമ്മ നോക്കുന്നില്ല, അതെ അമ്മയുണ്ട്, അരുണുണ്ട്, ഞാനുണ്ട്, ദൈവൂട്ടനുണ്ട്, ഞങ്ങൾ 4 പേരും കൂടെ ബർത്ത്ഡേ ഫംഗ്ഷന് പോണേ. ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ സിയക്ക് കൊടുക്കാൻ വേണ്ടി ഗിഫ്റ്റ്, കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റാണ്. അത് 3 എണ്ണമായിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ 3 പ്രാവശ്യമായിട്ട് ഗിഫ്റ്റ് കൊടുക്കാം. അപ്പോൾ ഓരോ പ്രാവശ്യമായിട്ട് നമുക്ക് സിയനെ സർപ്രൈസ് ചെയ്യാം. ഓരോ ഗിഫ്റ്റ് കിട്ടുമ്പോഴും സിയക്ക് ഭയങ്കര കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ആയാലും അവൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് 3 പ്രാവശ്യം സർപ്രൈസ് ചെയ്യാം. ഞാൻ 3 അത് പൊതിഞ്ഞ് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വഴിയാണ് അവരുടെ വീട്ടിൽ പോണേ കേട്ടോ. അമ്മ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. പിന്നെ ഞാൻ ബലൂൺ വീർപ്പിക്കുന്ന സാധനമാണ് കേട്ടോ. ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ബലൂണിൽ ഇങ്ങനെ വെക്കുന്നത്. ഇതാണ് അവരുടെ വീട് കണ്ടോ. അപ്പോൾ അതാ അവർ ഡെക്കോറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിയുടെ നെബേഴ്സ് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ എല്ലാവരും കൂടി അവർ ഡെക്കോറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഈ വീട്ടിനെ എല്ലാവരും കൂടി കണ്ടപ്പോൾ വീട്ടിന് ഭയങ്കര സന്തോഷമായി. പപ്പയുടെ കൈക്കീറിയിരിക്കുകയാണ്, ഇറങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞ് അവനെ സെറ്റായി ഒന്ന് താഴേക്ക് ഇറങ്ങി, നീനവും ഇറങ്ങി. അപ്പോൾ അതാ അങ്ങനെ എല്ലാവരും കൂടി നിന്ന് ബലൂൺ വീർപ്പിക്കുന്നു, ഡെക്കോറൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതേ വീട്ടിൽ പിള്ളേരൊക്കെ അത് കളിച്ചുകൊണ്ടിരിപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അത് പൊട്ടുന്നുണ്ട്, അതുങ്ങൾ പേടിക്കുന്നുണ്ട്. അങ്ങനെ ഡെക്കോറൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എല്ലാം വീർപ്പിച്ചൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കേക്ക് കട്ട് ചെയ്താൽ മതി. ഇനി സിയ ഫ്രഷ് ആയിട്ടൊക്കെ ഒന്ന് വരണം. അതുവരെ ആ പിള്ളേർ കളിക്കുകയാണ്. നൈനു ഞാൻ വന്നപ്പോൾ നോക്കി ചിറ്റയുടെ കയ്യിൽ ഗിഫ്റ്റ് ഇല്ലേ എന്നുള്ളത്. സിയക്ക് ഭയങ്കര സങ്കടമാവും. അപ്പോൾ സിയടുത്ത് എന്ത് ഗിഫ്റ്റാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ സിയ പറയും ചിറ്റയ്ക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും തന്നാൽ മതി, ഇനിയൊന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ സിയ പറയത്തുള്ളൂ. സിയ അങ്ങനെ ഒരു ആവശ്യം സിയ പറയത്തില്ല, എന്താ വേണ്ടതെന്നൊന്നും പറയത്തില്ല. അപ്പോൾ അതാ നൈനു ഡ്രസ്സൊക്കെ മാറി കേക്ക് കട്ടിങ്ങിനുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് സിയക്ക് ഞാൻ ഐ ഷാഡോ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അതാണ് ഇത്. അപ്പോൾ അവൾ തന്നെ കളർ സെലക്ട് ചെയ്യുന്നുണ്ട്, ഏത് കളറൊക്കെ വേണമെന്ന്. അങ്ങനെ അവൾ 2 കളർ പറഞ്ഞിട്ടുണ്ട്, ഇതും വേറൊരു കളറും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കളറാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതാ ഇരുന്ന് തന്നെ നോക്കി. അപ്പോൾ ബിന്ദു ആൻറ്റിയും അമ്മയൊക്കെ നോക്കി നിൽപ്പുണ്ട് ഇത് ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ല രസമുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ട് ചെറിയൊരു ഗിൽറ്റ് പോലെ ഒരു സാധനം സൈഡിൽ വെച്ച് കൊടുത്ത് ഞാനും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനും ഐഷാഡോ ഇട്ടിട്ടുണ്ട്. ഇത് എനിക്കും സിയക്കും സെയിം ഉണ്ട്, ഇങ്ങനത്തെ ഐഷാഡോ പാലറ്റ് സെയിം തന്നെയുണ്ട്. അപ്പോൾ നല്ലൊരു സാധനമാണ്. അതിൽ തന്നെ ഹൈലൈറ്റർ ഉണ്ട്, അതും ഭയങ്കര രസമാണ്. അതിട്ടാൽ ഭയങ്കര തിളക്കമായിരിക്കും. അപ്പോൾ അതാ സി ഇട്ടിരിക്കുകയാണ്. സൂപ്പർ. പിന്നെ ഒരു ഇച്ചിരി ഗിൽറ്റ് ഇട്ടുണ്ട്, അത് സൈഡിലായിട്ട് ഇട്ടാൽ ഒരു ഭംഗി അല്ല. പിന്നെ ഈ കണ്ണിലും അതേപോലെ ഞങ്ങൾക്ക് സിമ്പിളായിട്ട് മതി. ഇച്ചിരി ഗിൽറ്റ് ഇച്ചിരി തിളങ്ങി കണ്ടാൽ മതി. അപ്പോൾ അതിന് തുറക്കല്ലേ സൗമ്യ, അമ്മ വീഡിയോ എടുക്കണേട്ടടി. അവിടെ ആരും കാണാത്ത എൻ്റെ വീഡിയോ ആൾക്കാരെ കൊണ്ട് കാണിപ്പിക്കരുതല്ലേ വിദ്വാൻ്റെ. ആള് കൂടും. ഇതുവരെ ആരും കാണില്ലത്. എൻ്റെ പിള്ളേരും കിട്ടാറില്ല. സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യുന്നത് കിട്ടാറില്ല. യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്ത സൗമ്യ, നീ എന്തൊരാളാടി. ബിന്ദുമ്മടിയിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിന്നാലേ 2-3 ദിവസത്തേക്ക് വരും തുറക്കാം. ഇന്നോടെ മേടിച്ചപ്പോഴേ തുറക്കല്ലേ ഈ സൈഡിൽ വേണോ, ഈ സൈഡിൽ വേണോ കലർക്കൂ. ഇവിടെ വേണോ? അതല്ല എന്താന്നറിയാം, മാതിരി പോണതും പിള്ളേരെ അങ്ങോട്ടാക്കണം. ഓക്കെ, സ്കൂളിൽ പോകുന്നത് എവിടെ? നൈനു വരൂ, കണ്ണടക്കൂ.
കണ്ട കാണണ്ടോ കണ്ടോ ആ ഹാ ഹാ. ഇനി ഇവിടെ കുറച്ച് ബ്ലഷ് ഇട്ടും കൂടി ഇട്ട് കൊടുക്കാം. കം ഇവിടെ ഇരിക്കൂ സിറ്റോ. എന്ത് കളർ വേണം? റോസ് വേണോ? ആ റോസ്. ഇത് കണ്ടോ? ആ അത് ഹൈലൈറ്റർ അത് ഇട്ടിട്ടരാ. അപ്പോൾ സീയുടെ മൂക്കൊക്കെ ഞാൻ ഇത്തിരി ചുവപ്പിച്ച് കൊടുക്കണം കേട്ടോ. കണ്ട മൂക്ക് പിന്നെ ചീക്ക് ഓവറാക്കരുതെന്ന്. പിന്നെ ഈ സാധനമൊക്കെ വാങ്ങി വെച്ചേക്കണത് പുട്ടിയിടണം അല്ലേ നൈനു? അല്ല കൊച്ചുങ്ങൾക്ക് ഇത് അധികം കുഴപ്പമില്ലാത്ത സാധനം. ഇത് നല്ല ക്വാളിറ്റി സാധനമാണ് എൻ്റെ. കണ്ട സീയുടെ മൂക്കൊക്കെ തിളങ്ങി. ഏയ് കണ്ടാ എൻ്റെ ഇത് കണ്ടാ? ഇതാര്? ബേബി ഡോളോ? ഓക്കെ പ്രിൻസസ് ഫൈനൽ. എവിടെ കണ്ണെടുക്കൂ? ഐ ഷാഡോ കണ്ട ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. പല്ല് കാണിച്ചേ. ക്യാമറ പോയി അങ്ങോട്ട് ഇത് വീണല്ല. അതുകൂടെ അവിടെ തന്നെ അനക്കാണ്ട് വെച്ചിട്ട് ഫോട്ടോ എടുക്കും. ഡിസൈനാണ് ഇത്. സന്തോഷം നോക്കി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതെന്താ കേക്ക് പറഞ്ഞില്ലേ? അവന് കൺട്രോൾ പോകും. ഇനി വീട്ടിന് ഇത്തിരി എടുത്തോ. ആ അവന്റെ മോന് എടുത്തോ. എന്റെ മോന് ക്ഷമയില്ല. കൊടുത്താ മതി. കുഞ്ഞിതെടുത്തോ. ഇത് അമ്മ എടുത്തരാം. അമ്മ എടുത്തരാം. എന്നാ കണ്ടപ്പാ. അയ്യോ മുടി കൊച്ചിന് മുഖത്ത് മുടി. മുടി ഇവ കം കം ഇവ കം. അരു അരു ഈ പൂട്ടണ നോക്കിയെന്നെ. സി എപ്പോഴും മേക്കപ്പ് ചെയ്യണല്ലേ. അപ്പൊ ഞാൻ സിയ കണ്ണാടി ഞങ്ങൾക്ക് സിയക്ക് നല്ലൊരു കണ്ണാടി വാങ്ങാം. കണ്ണാടി അതിന്റെ ഫ്രണ്ടിൽ വെച്ച് സിയ മേക്കപ്പ് ചെയ്യട്ടെ. ഓക്കെ സിയ കണ്ണാടി നോക്കി മേക്കപ്പ് ചെയ്തോളണം കേട്ടോ. ഐഷാഡോസ് ഒക്കെ ഭംഗിക്ക് ഇടാൻ പറ്റുമോ? സിയ തനിക്കൂടെ പോലെ ഹാപ്പി ആണോ? അപ്പൊ സിയക്ക് കണ്ണാടി. ഇതെങ്ങനെ വെക്കും? സൂപ്പർ. ആ കൊള്ളാല്ലേ? സൂപ്പർ സാധനം. കണ്ണാടി. ആ അത് ചെയ്യാമ്മ. ആരിത്?
ഹാപ്പി താഴെ ഇടരുത്. സൂപ്പർ സിയ. ഓക്കെ ഇവന്മാര് താങ്ക് യു മാറ്റിക്കോ. അയ്യോ ഫ്രിഡ്ജിന് മറ്റേന്റെ മേളില് സിയുടെ ഗിഫ്റ്റ് ഇരിക്കണ് അലമാരിയുടെ. ഇതാരും കൊടുത്ത ഗിഫ്റ്റാ? ഓ സിയക്ക് കൂടുതൽ ഇതാണല്ലോ അമ്പാടികളി. ഇച്ചു ചേച്ചി വിട്. ഈ വീട്ടിനെ കൊണ്ട് നിബൂസിനെ കൊണ്ട് പഠിപ്പിക്കുക. ചേച്ചിക്ക് കൊടുക്ക്, ചേച്ചി കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ. രണ്ടാമത്തെ ഗിഫ്റ്റ് സിയ ചിറ്റെടുത്തുന്ന്. അമ്മ പ്ലേറ്റ് ഒന്ന് മാറ്റിക്കാൻ ടേബിളിലിരിക്കുന്നു. പൊട്ടിക്കാനൊന്നും ഇല്ല ഇപ്പൊ അതില്. സിയ സ്കൂളിൽ കൊണ്ടുപോവേ. അമ്പമ്പ അടുത്തത് പൊട്ടിക്കാൻ. സിയക്കൊന്നും മേടിക്കണ്ട. സിയ പിന്നെ ഗിഫ്റ്റ് ഇന്നാ മേടിക്ക്. സിയ ഒരെണ്ണം പ്രതീക്ഷിച്ചിട്ട് അമ്പോ കണ്ണാടി അടിപൊളി. ആ കണ്ണാടി നീ സമയത്ത് ഇവിടെ ചെയ്യിപ്പിച്ചടി. ഇപ്പൊ പോയി ചെയ്യിപ്പിച്ചതാ. എന്താണ് ഇത് പോയി കളർ ചെയ്തോളൂ. ഇനി കളറിന്റെ കാര്യം അത് പൊട്ടിച്ചേടി. സംഗീത ഒരു പാദസരം ഉണ്ട്, അതെടുത്ത് കാണിക്കേ. നോക്കൂ സൂപ്പർ. പിന്നെന്താ അതിന് പിടിയാവും. പെയിന്റ് കൊച്ചു പെയിന്റ് ചെയ്ത് മടുക്കൂല. പെയിന്റിങ്ങും കളറിങ് പോലെ ഇതെടുത്ത് വെക്കണേ. ഇനി എന്താ കഴിഞ്ഞു. ഹാപ്പിയാണോ? എന്റെ മോനെന്തി ഇവക്കുട്ടാ ഹാപ്പി. അയ്യോ എന്താ ഞാൻ മട്ടൻ ബീഫ് മട്ടൻ അടിപൊളി ബീഫ്. ഇതാരുണ്ടാക്കിയേ? ഓ ബിരിയാണി, ക്യാബേജിന്റെ സാലഡ്, ഓ ചിക്കൻ കറിന്റെ പിന്നെന്താ സലാഡ്. ഓ ഇതെന്താ ചിക്കൻ ഫ്രൈ. ഓ അടിപൊളി കേട്ടോ. ഇവിടെ ബിരിയാണി ആർക്കൊക്കെയാണ് ഇഷ്ടം? ഇഷ്ടാണോ? ആർക്കാ ഇഷ്ടം? അവിടെ
അവിടെ ഇങ്ങനെ ഇട്ടിട്ടാ. ഞങ്ങൾക്ക് രണ്ടു മരമല്ലേ ഇങ്ങോട്ടാ ഇങ്ങോട്ടാ പിള്ളേരൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഞാൻ ഒക്കെ ചവിട്ട് എഴുന്നേക്ക്. അങ്ങനെ കിടക്കരുത് കേട്ടോ. ഇവര് വന്ന് കയറി വീഡിയോ ഒക്കെ ചെയ്യും. ന്യൂസേ. സൗമ്യയുടെ കലാവിരുദ്ധകളാണ് ഇതെല്ലാം. കണ്ട സൂപ്പർ സൂപ്പർ സൂപ്പർ. മോനെ ഒരു കരണ്ടിലൊന്നും പിടിക്കരുത് കേട്ടാ. ബിരിയാണി റൈസ് ഉണ്ട്. അരു ഇട്ട് കഴിക്കണേ. ബിരിയാണി ചിക്കൻ 65 നല്ല ടേസ്റ്റ് ഉണ്ട്. സ്വന്തമായിട്ട് തിന്നതിന്റെ വീഡിയോ ഞാൻ ഡയറ്റ് ബീഫ് ഫ്രൈ അടി വട്ടും കറികളുണ്ടെന്നുണ്ടെങ്കിൽ വട്ടും കറികൾ ഇത്രയും ഞാൻ ഇല്ലേ എടി നിങ്ങൾ ഇരുന്നോടി. ലാസ്റ്റ് തീർന്നു എന്ന് പറയില്ലേ? ലാസ്റ്റ് തീർന്നു പറയില്ലേ? അതെ. അവളോ പ്രാർത്ഥന എന്റെ പൊന്നെ ഇതില് മുളക് ഇട്ടിട്ടുണ്ടായാ? ആ ഇതില് മുളക് ഇട്ടിട്ടുണ്ടായി. ആ മുളകാണ് ഞാൻ ഇതില് ഭംഗിക്കെടുത്ത വീഡിയോക്ക് വായി വെച്ചത്. സൂപ്പർ. എങ്ങനെയുണ്ടൊരു എങ്ങനെയുണ്ട് സിക്കോളിയ ഭാര്യയുടെ കുക്കിങ്? പുള്ളിക്ക് ശബ്ദം പോലും വന്നില്ല. കൊള്ളാവോ? ഇത് ഏതാ ഏറ്റവും ഇഷ്ടമായ? അരു ഏറ്റവും ഇഷ്ടം ഏതാ? അമ്മക്കമ്മ കൊല്ലട്ട് ഇതെങ്ങനെ ഞാൻ അറിഞ്ഞ് ഉണ്ടാക്കണായിരുന്നെങ്കിൽ അമ്മ തിന്നൂല, അരു തിന്നൂല അല്ലേ? എനിക്കറിയാം അമ്മല്ലാണ്ട് ഞാൻ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കും. പക്ഷെ ആരും തിന്നത്തില്ല.
ആദ്യം തന്നെ എൻ്റെ വായിൽ ഇത്ര മുളക് പോകണം. എന്താ ഇന്നലെ പൊടി പൊടിയായിട്ട് ഭംഗിക്കല്ലേ പോലെ ഇട്ടിട്ട്. മുളക് നല്ല ഫുഡൊക്കെ കഴിച്ചു. സിയുടെ അമ്മ കൊടുത്ത ഗിഫ്റ്റ് ആണെങ്കിൽ അമ്മ അച്ഛനും കൂടി കൊടുത്തത് കണ്ട. എന്റെ പൊന്നെ നാളെ തൊട്ട് എനിക്ക് സ്വയം തന്നെ. അമ്മ അതെന്നാ അവനെ കാണിക്കും. അവനൊരു സർപ്രൈസ്. മിഠായി എന്റെ ഇത്ര ഐറ്റം അല്ല ആദ്യമായിട്ട് വയ്ക്കില്ലേ ഇത്ര നമ്പർ ഓഫ് ഐറ്റം ഒറ്റയ്ക്ക് മാനേജ് ചെയ്തിരുന്നു. ആ മോനെ ഇവിടെ ഇരുന്ന് എത്ര പോർത്താൻ ശ്രമിച്ചാലും ഇത് കുത്തി കൂടി തൊലിക്കെട്ടിയാണ്. അല്ല നീ ചെയ്യണമെന്നല്ലടാ ഞാൻ പറഞ്ഞതേ. ഞാൻ ചെയ്തത് കഴിച്ചിട്ടുണ്ടാ? അല്ല ഒറ്റയ്ക്ക് കഴിച്ചു നോക്കിയാലല്ലേ. സൂപ്പർ ഡാർക്ക് ഇതൊക്കെ ഇച്ചു എടുക്കണത് ഇച്ചുവിന് ഭയങ്കര വരയാണ്. ഇച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഡ്രോയിങ് ചെയ്യാം. ക്ലേ തോന്നണ്ട ക്ലേ ക്ലേ പറയൂ. ആ ഗുഡ്. ചേച്ചി കൊടുക്കൂ. ചേച്ചി കൊടുക്കൂ. ക്ലേ മിക്സ് ചെയ്യോ വെൽക്കം പറയൂ. ഈ വീട്ട പാട്ടൊന്ന് പഠിക്കേ. വീൽസ് ഓൺ ദ ഡിസ്കോ. ഹലോ ഇതെന്താണിത്? അത് അവന് കൊടുക്കാൻ വേണ്ടി പോക്കറ്റ് കാണിക്കണ. ടാറ്റാ സിയ ബൈ. കാറ് ബൈ നിന ബൈ ടാറ്റാ ടാറ്റാ സിയ ബൈ. ഓക്കെ ബൈ. ഹായ് ബൈ 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 ബൈ. ഞങ്ങൾ വീട്ടിൽ പോവുക. ഇതാണ് ബർത്ത്ഡേ കാളങ്ങാട് നോക്കൂ. അപ്പൊ ചിറ്റിന്ന് ഈ വീഡിയോ ഇടാട്ടെ രാത്രി. അപ്പൊ നമുക്ക് എത്ര വർഷമായി ആര് കണ്ടില്ലെങ്കിലും നമുക്ക് കാണാം. ഓക്കെ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ചിറ്റ രാത്രി ഇടാന്ന്. ആര് കണ്ടില്ലെങ്കിലും നമുക്ക് കാണാം എത്ര വർഷം വേണമെങ്കിലും. അയ്യോ ഫോട്ടോ എടുത്തില്ലേ എടി? അതിനല്ലേ ഈ വീഡിയോ എന്റെ വീഡിയോ ഉണ്ട് ഇട്ടേക്കണേ. ഇപ്പം ഞങ്ങൾ ബർത്ത്ഡേ ഫങ്ഷനൊക്കെ പോയിട്ട് വീട്ടിലെത്തി. ടാറ്റാ പറയൂ പാകം. അയ്യോ എൻ്റെ മുമ്പ് വിരിക്കണം നോക്കി. ടാറ്റ പറഞ്ഞേ കൂട്ടാ. ടാറ്റ പറ. ടാറ്റ പറയൂ.